പന്തളം നഗരസഭയിൽ 2020 നിർമ്മാണോദ്ഘാടനം നടത്തിയ ലൈഫ് ഫ്ളാറ്റ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 44 കുടുംബങ്ങൾക്ക് കിടപ്പാടം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് പാതി വഴിയിൽ നിലച്ചത്. സ്റ്റീൽ സാമഗ്രികളുടെ വിലവർധന ചൂണ്ടിക്കാണിച്ച് കരാറുകാർ അധിക തുക ആവശ്യപ്പെട്ട പദ്ധതിക്ക് അത് പ്രതിബന്ധമായി മാറുകയായിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിന് എത്തിച്ച സാധന സാമഗ്രികളെല്ലാം വെയിലും മഴയും ഏറ്റ് നശിക്കുകയാണ്. കാട്ടിലോ മേട്ടിലോ ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത്. പന്തളം നഗരസഭയിലെ 33-ാം വാർഡിലാണ്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് 2020 നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ലൈഫ് പദ്ധതി പ്രകാരമുള്ള ലൈഫ് ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ കാണുന്നതാണ്. കാട് കയറി മുഴുവൻ നശിച്ചിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ഈ കാട് മൂടിക്കിടക്കുന്നത്. ഇവിടെ ഇതിൽ 44 ഗുണഭോക്താക്കളുണ്ട്. ഈ 44 ഗുണഭോക്താക്കളിൽ ഒരു ഗുണഭോക്താവ് ഇന്ന് തൊട്ടടുത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയുമായിട്ട് വന്ന് താമസിക്കാം. വലിയ പ്രതീക്ഷയാണ് അവർക്ക്. പക്ഷേ ഈ 44 കുടുംബങ്ങളിൽ പലരും ഇപ്പം മരണപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം അതായത് LDF ഗവൺമെൻറ് ഭരിച്ച സമയത്ത് പോലും ഇവർക്ക് വേണമെങ്കിൽ ഇത് പൂർത്തീകരിക്കാമായിരുന്നു. പക്ഷേ ഓരോ 2 മാസം കൂടിയിരിക്കുമ്പോഴും കുറച്ച് ആളുകൾ ഇവിടെ വരുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ യാതൊരുവിധ പുരോഗമനം ഉണ്ടായിട്ടില്ല. ഒരു ശവം പെട്ടിയിരിക്കുന്ന പോലെ തോന്നുന്നത്, അല്ലാതെ മനുഷ്യന് വാസയോഗ്യമായിട്ടൊന്നും ഉള്ളതല്ലത്. ഇടുങ്ങിയ മുറിയാണ്. ഒരു മനുഷ്യന് താമസിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യരുത്. ഇതിൻ്റെ പണി തന്നെ ഗുണമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇത് ഏതെങ്കിലും കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന്? ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനെ മിക്കവാറും ഇതിങ്ങനെ തന്നെ കിടക്കത്തില്ല. കാരണം ആർക്കും അത്യാവശ്യം മുൻ സർക്കാരിന് ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ സതീശൻ സർക്കാരിനും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ദൈവത്തിൻ്റെ കളി പോലെ ഇരിക്കും, ഉണ്ടാകുമോ ഇല്ലയോ, ഇല്ലേ ഇത് കാട് കയറി നശിക്കത്തേ. ഒട്ടനവധി കുടുംബങ്ങൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചത്. പക്ഷേ ഈ ലൈഫ് പദ്ധതി പ്രകാരമുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കാണുന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.